ലോകത്തിന്റെ ഒരു നിശബ്ദ കോണിൽ ഒരു ചെറിയ പെൺകുട്ടി തന്റെ പോക്കറ്റിൽ കുറച്ച് നാണയങ്ങളും ഹൃദയത്തിൽ ഒരേ ഒരു ആഗ്രഹവുമായി ഒരു യാത്ര ആരംഭിക്കുന്നു. തന്റെ സഹോദരനെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം, അതുവഴി അവനൊടുവിൽ സമാധാനത്തോടെ വിശ്രമിക്കാൻ അവസരമൊരുക്കണം. അതായിരുന്നു അവളുടെ മുമ്പിലുള്ള ഒരേ ഒരു ലക്ഷ്യം. എന്നാൽ അവളുടെ മുന്നിലുള്ള വഴി അവൾ സങ്കല്പിച്ചതിനേക്കാൾ ഏറെ ദുഷ്കരമായിരുന്നു. ചതിയിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ജയിലറകളിലൂടെയും പ്രതീക്ഷ കൈവിട്ടുപോകും എന്ന് തോന്നുന്ന നിമിഷങ്ങളിലൂടെയും ആ യാത്ര അവളെ നയിച്ചു. തുടർന്ന് എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയൊരു നിമിഷത്തിൽ അപ്രതീക്ഷിതമായി ഒരു അപരിചിതൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നു. അവർക്കിടയിൽ രക്തബന്ധമൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കാരുണ്യവും നിസ്വാർത്ഥമായ ത്യാഗവും അവളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. എല്ലാവർക്കും നമസ്കാരം. സിനിമാ കഥയിലേക്ക് സ്വാഗതം. എ ഫോഗി ടെയിൽ എന്ന അതിഗംഭീരമായ ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. വർഷം 1953. റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ 42ാം വാർഷികം. ചിയായി എന്ന ചെറിയ ഗ്രാമത്തിൽ യു എന്ന പേരുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ കരിമ്പ് പാടത്തേക്ക് ഭക്ഷണം കൊണ്ടുചെല്ലുന്നതിനിടയിൽ യു രഹസ്യമായി തന്റെ മൂത്ത സഹോദരൻ യുന്നിനെ കാണാൻ ചെന്നു. അവന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ കാരണം സർക്കാർ അവനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. തന്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് യുൻ സഹോദരിയോട് അന്വേഷിച്ചു. ആ സുഹൃത്തിനെ കഴിഞ്ഞയാഴ്ച തന്നെ പിടിച്ചുകൊണ്ടുപോയതായി യു അവനോട് പറഞ്ഞു. അത് കേട്ടതും യുൻ പുഞ്ചിരിയോടെ വിശദീകരിച്ചു, നീ പേടിക്കണ്ട, അവർക്കെന്നെ പിടിക്കാൻ കഴിയില്ല. യു ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്കിങ്ങനെ എത്ര കാലം ഒളിച്ചു ജീവിക്കേണ്ടി വരും? യുൻ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു, സമയം വേഗത്തിൽ കടന്നുപോകും. അവൻ തന്റെ കയ്യിലെ വാച്ചൂരി യുവിന് നൽകി. തനിക്ക് ഇനി ഇതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. തുടർന്ന് ആ രണ്ട് സഹോദരങ്ങളും മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. തനിക്ക് സ്കൂളിൽ പോകണമെന്നും പഠിക്കണമെന്നും എന്നെങ്കിലും ഒരു അധ്യാപികയാകണമെന്നും യു പറഞ്ഞു. യുന്നിന്റെ ശബ്ദത്തിൽ വാത്സല്യം നിറഞ്ഞു നിന്നിരുന്നു. നീ എന്തായാലും പഠിക്കണം, അക്കാര്യം ഞാൻ ഉറപ്പാക്കും. ഞാൻ നിന്നെ കോളേജിൽ ചേർക്കും, എന്നെങ്കിലും നീ ഒരു അധ്യാപികയാകും. പിന്നെ നീ വിവാഹം കഴിക്കും, നിനക്ക് സ്വന്തമായി കുട്ടികളുണ്ടാകും, നീ ഒരു മുത്തശ്ശിയായി മാറും. അത് കേട്ട് യു പുഞ്ചിരിയോട് ചോദിച്ചു, അപ്പോ ചേട്ടന്റെ കാര്യോ? ചേട്ടൻ എന്താകാൻ ആഗ്രഹിക്കുന്നേ? യുന്നിന്റെ കണ്ണുകളിൽ സ്വപ്നതുല്യമായ വെളിച്ചം മിന്നിമറഞ്ഞു. ഞാനൊരു ചിത്രകാരനാകും, കുട്ടികൾക്കായി ഞാൻ ചിത്രങ്ങൾ വരയ്ക്കും. അപ്പോഴേക്കും ഈ ലോകം സമാധാനം കണ്ടെത്തിയിരിക്കും, എവിടെയും യുദ്ധമുണ്ടാവില്ല, എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജീവിക്കും. പക്ഷെ അവരുടെ മനോഹരമായ ആ നിമിഷം അധിക നേരം നീണ്ടുനിന്നില്ല. പെട്ടെന്ന് പോലീസ് അങ്ങോട്ടേക്കെത്തി. യുൻ അത് മനസ്സിലാക്കിയിരുന്നു. ഒട്ടും സമയം കളയാതെ യുൻ ഓടാൻ തുടങ്ങി. നിൽക്കാൻ പോലീസ് ഉത്തരവിട്ടു. തന്റെ സഹോദരനെ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ ഒരു ഓഫീസർ തന്റെ സഹോദരനെ പിന്തുടരാൻ ഓടിയപ്പോ യു ധൈര്യപൂർവ്വം ആ ഓഫീസറെ തടയാൻ ശ്രമിച്ചു. ദേഷ്യം പിടിച്ച ഓഫീസർ അവളെ ബലമായി തള്ളിമാറ്റി. എന്നിട്ടും യു പിന്മാറാൻ തയ്യാറായില്ല. ഒടുവിൽ ആ ഓഫീസറും യുന്നിനെ പിന്തുടർന്നോടാൻ ആരംഭിച്ചു. ശേഷം ഒരു വർഷമങ്ങ് കടന്നുപോയി. ആ കാലയളവിലുടനീളം തന്റെ സഹോദരൻ എവിടെയാണെന്നോ അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയാൻ യുവിന് സാധിച്ചതേയില്ല. അവളുടെ മാതാപിതാക്കളും ഈ ലോകം വിട്ടുപോയിരുന്നു. അവളിപ്പോൾ തന്റെ ഇളയ സഹോദരനൊപ്പം അവരുടെ അമ്മാവന്റെ കൂടെയാണ് താമസിക്കുന്നത്. അമ്മാവൻ തങ്ങളാലാവുന്ന സ്നേഹവും പരിചരണവും അവർക്ക് നൽകുന്നുണ്ട്. പക്ഷെ അവരുടെ അമ്മായി അവരെ ഒരിക്കലും പൂർണ്ണമായി അംഗീകരിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും യുവിനെ കൊണ്ടായിരുന്നു അവർ എല്ലാ വീട്ടുജോലികളും ചെയ്യിപ്പിച്ചിരുന്നത്. അമ്മായിയുടെ കുറ്റപ്പെടുത്തലുകൾ മുഴുവനും അവൾക്ക് ഏറ്റുവാങ്ങേണ്ടിയും വന്നിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം കുടുംബമത്താഴത്തിന് ഒന്നിച്ചിരുന്നപ്പോ ഒരു വൃദ്ധൻ അവിടെ എത്തി. അമ്മാവന്റെ കയ്യിൽ ഒരു നോട്ടീസ് കൊടുത്തു. യുൻ രാജ്യദ്രോഹ കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ടുവെന്നും മൃതദേഹം ഏറ്റെടുക്കാൻ ആളെ അയക്കണമെന്നും അറിയിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ നോട്ടീസ്. തലസ്ഥാനമായ തായ്പേയിലെ പാരഡൈസ് ഫ്യൂണറൽ ഹോമിൽ നിന്ന് വേണം മൃതദേഹം ഏറ്റെടുക്കാൻ. നിശ്ചിത സമയത്തിനുള്ളിൽ ആരെങ്കിലും മൃതദേഹം ഏറ്റെടുത്തില്ലെങ്കിൽ അധികാരികൾ അത് സ്വന്തമായി സംസ്കരിക്കും. പക്ഷേ മൃതദേഹം തിരികെ ലഭിക്കണമെങ്കിൽ 600-നും 1000 യുവാനിനും ഇടയിൽ അവിടെ പണം കെട്ടേണ്ടി വരികയും ചെയ്യും. വൃദ്ധനിൽ നിന്ന് കാര്യങ്ങൾ കേട്ടതും യുവിന്റെ അമ്മായിക്ക് ദേഷ്യം വന്നു. അതേസമയം തന്റെ സഹോദരന്റെ മരണവാർത്ത കേട്ട് യുവിന്റെ ഉള്ളിൽ എന്തോ തകർന്നുപോയതുപോലെ അവൾക്ക് തോന്നി. അവൾ ആരോടും മിണ്ടാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നേരെ മാതാപിതാക്കളുടെ ശവകുടീരത്തിനടുത്തേക്കോടി. അവിടെ ഇരുന്ന് നിശബ്ദമായി കരഞ്ഞു. അമ്മാവൻ അവളുടെ പിന്നാലെ വന്ന് അവിടെ എത്തി. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, 600 യുവാനുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ കുടുംബത്തെ ഒരു വർഷത്തേക്ക് പോറ്റാം. യുന്നിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സമ്പാദ്യത്തിന്റെ അവസാന തുക വരെ നിന്റെ അമ്മ ചിലവഴിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം അവളാണ്. നിന്റെ സഹോദരനെ തായ്പേയിൽ അവൾ
പഠിക്കാൻ അയച്ചില്ലായിരുന്നെങ്കിൽ അവൻ ആ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ കൂടുമായിരുന്നില്ല. സങ്കടവും ദേഷ്യവും വന്ന അദ്ദേഹം ആ നോട്ടീസ് നിലത്തേക്കെറിഞ്ഞ് അവിടുന്ന് നടന്നുപോയി. തിരികെ പോയി യു അതെടുത്തു. അവൾ ചിലത് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അന്ന് രാത്രി അവൾ സ്വന്തമായി ഒരു ചെറിയ പെട്ടി പുറത്തെടുത്തു. അതിനുള്ളിൽ അവളുടെ സഹോദരൻ നൽകിയ വാച്ചും ഒരു കത്തും കുറച്ച് പണവും ഉണ്ടായിരുന്നു. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഞാനിവിടെ നിനക്കായി കുറച്ച് പണം വെക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും നിനക്കിത് ആവശ്യമായി വന്നേക്കാം. ആ വാക്കുകൾ വായിച്ചപ്പോ യുവിന്റെ കണ്ണുകൾ കണ്ണീർ കൊണ്ട് നിറഞ്ഞു. അവൾ ഒട്ടും മടിച്ചില്ല. ആ പാതിരാത്രിയിൽ തന്റെ സഹോദരന്റെ വാച്ചും കത്തും നോട്ടീസും പണവുമെല്ലാം എടുത്ത് നിശബ്ദമായി വീട്ടിൽ നിന്നിറങ്ങി. അവൾക്ക് പോവേണ്ടിയിരുന്നത് അവളുടെ ലക്ഷ്യം തായ്പേയായിരുന്നു. രാത്രി മുഴുവൻ നടന്നതിനു ശേഷം അവളൊടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ട്രെയിൻ കയറി തന്റെ യാത്ര ആരംഭിച്ചു. യാത്രക്കിടയിൽ അവളുടെ സഹോദരനെ പോലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു യുവാവിനെ അവൾ നോക്കി കണ്ടു. നീണ്ടതും വളഞ്ഞു പൊളഞ്ഞതുമായ ആ യാത്രയ്ക്ക് ശേഷം ഒടുവിൽ തായ്പേയിലേക്ക് എത്തിച്ചേർന്നു. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ആ പെൺകുട്ടി അവൾ ആ വലിയ നഗരത്തിന്റെ വലിപ്പം കണ്ട് പകച്ചു നിന്നു. ചുറ്റും ധാരാളം ആളുകൾ, വലിയ ശബ്ദങ്ങൾ, എല്ലാം അവൾക്ക് തികച്ചും അപരിചിതമായി തോന്നി. ചുറ്റും നോക്കിയപ്പോ എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ ഓരോ നിമിഷവും അവൾ കൂടുതൽ അന്താളിച്ചു. അപ്പോഴായിരുന്നു അവൾ ന്യൂഡിൽസ് വിൽക്കുന്ന ഒരു സ്ത്രീയുടെ അരികിലെത്തുന്നത്. അവരോട് പാരഡൈസ് ഫ്യൂണറൽ ഹോമിലേക്കുള്ള വഴി അവൾ ചോദിച്ചു. ആ സ്ത്രീ അതവിടെ നിന്ന് വളരെ അകലെയാണെന്ന് പറഞ്ഞ് ക്ഷമയോടെ അങ്ങോട്ടേക്കുള്ള വഴി വിശദീകരിച്ചു കൊടുത്തു. അടുത്തായി നിന്നിരുന്നൊരു മനുഷ്യൻ അവരുടെ സംഭാഷണം കേട്ടിരുന്നു. അയാൾ മുന്നോട്ട് വന്ന് തന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി. അയാളുടെ പേര് ലിൻ എന്നാണ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ കൂടെ വരാം, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് അയാൾ പറഞ്ഞു. പിന്നാലെ എന്തിനാ നീ അവിടെ പോകുന്നത് എന്നും ലിൻ ചോദിച്ചു. യു പതുക്കെ മറുപടി പറഞ്ഞു: അവിടെ എന്റെ മൂത്ത സഹോദരന്റെ മൃതദേഹമുണ്ട്, അതെനിക്ക് നാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകണം. ഒരു മൃതദേഹം തിരികെ ലഭിക്കുവാൻ 1000 യുവാൻ അടുത്തുള്ള വലിയ തുക ആവശ്യമാണെന്നും അവളുടെ കയ്യിൽ അത്രയും പണമുണ്ടോ എന്നും ലിൻ തിരക്കി. തന്റെ കയ്യിൽ 40 യുവാൻ മാത്രമേയുള്ളൂ എന്നായിരുന്നു അവളുടെ മറുപടി. ഒരു ശവപ്പെട്ടിക്ക് പോലും അത് തികയില്ലായിരുന്നു. ഒരു നിമിഷം ആലോചിച്ച ശേഷം സഹായിക്കാൻ കഴിഞ്ഞേക്കാവുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥരെ തന്റെ അമ്മാവൻ അറിയാമെന്ന് ലിൻ പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് അയാൾ അവളെ ഒരു റിക്ഷക്കാരന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അധികം വൈകാതെ അവർ ആളൊഴിഞ്ഞ നിശബ്ദമായ ഒരു വീടിനടുത്തേക്ക് എത്തിച്ചേർന്നു. പക്ഷെ വീടിനടുത്ത് അവർ എത്തിയതും ലിൻ പെട്ടെന്ന് അവളെ ആ വീടിനകത്തേക്ക് തള്ളിയിട്ടു. അവിടെ വെച്ച് അമ്മാവന്റെ സഹായത്തോടെ അവൻ അവളെ ബന്ദിയാക്കി. അതിനിടയിൽ ആ പെൺകുട്ടിയുടെ ബാഗ് റിക്ഷയിൽ തന്നെ മറന്നുപോയതായി റിക്ഷ ഡ്രൈവർ ശ്രദ്ധിച്ചു. അത് തിരികെ നൽകാൻ അവരെ താൻ ഡ്രോപ്പ് ചെയ്ത ഇടത്തേക്ക് ആ റിക്ഷ ഡ്രൈവർ തിരികെ വന്നു. കൃത്യം ആ സമയത്ത് ലിന്നും അമ്മാവനും തങ്ങളുടെ കടങ്ങൾ വീട്ടുന്നതിനായി യുവിനെ വിൽക്കുന്നതിനെപ്പറ്റി പദ്ധതിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും ഇതവരുടെ ആദ്യ പരിപാടിയൊന്നുമല്ല എന്നും വ്യക്തമാണ്. ഇടപാട് ഉറപ്പിക്കുന്നതിനായി ലിൻ പിന്നാലെ അവിടുന്ന് പോയി. അമ്മാവൻ അവിടെ നിന്നു. റിക്ഷ ഡ്രൈവർ അവിടെ എത്തി വാതിൽ മുട്ടിയപ്പോ ലിന്നിന്റെ അമ്മാവൻ പുറത്തിറങ്ങി. താൻ നേരത്തെ ഇറക്കിവിട്ട പെൺകുട്ടി ബാഗ് റിക്ഷയിൽ മറന്നുവെച്ചിരുന്നെന്നും അത് തിരികെ കൊടുക്കാൻ വന്നതാണെന്നും ആ റിക്ഷ ഡ്രൈവർ പറഞ്ഞു. പക്ഷേ ഇവിടെ പെൺകുട്ടികളാരും ഇല്ലെന്നായിരുന്നു വൃദ്ധന്റെ മറുപടി. അത് കേട്ട് റിക്ഷ ഡ്രൈവർക്ക് സംശയം തോന്നി. ആ സമയത്ത് യുവിന്റെ ഭയന്നുള്ള നിലവിളി, മുരൾച്ച അകത്തുനിന്നുയർന്നു. അത് കേട്ടതും ആ റിക്ഷ ഡ്രൈവർ ഒട്ടും മടിക്കാതെ അകത്തേക്ക് ഓടിക്കയറി. അവളെ കെട്ടിയിരിക്കുന്നത് കണ്ട നിമിഷം അയാൾക്ക് കാര്യങ്ങൾ വ്യക്തമായി. പെട്ടെന്ന് തന്നെ അയാൾ ആ വൃദ്ധനെ തള്ളിമാറ്റി യുവിനെ വേഗത്തിൽ മോചിപ്പിച്ചു. ഭയന്ന് വിറച്ച് അവൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്കോടി. ഡ്രൈവർ അവളുടെ പിന്നാലെ വിളിച്ചുകൊണ്ട് പറഞ്ഞു: നിൽക്കൂ, നിങ്ങളുടെ ബാഗ് ഇതാ മറന്നുപോയിരിക്കുകയാണ്. യു അതും വാങ്ങി വീണ്ടും നടക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് കടന്നു പോകേണ്ടി വന്ന ആ സാഹചര്യങ്ങൾ വെച്ച് അത് തികച്ചും സ്വാഭാവികവുമായിരുന്നു. എന്നിരുന്നാലും എങ്ങനെയോ തോന്നിയ ഒരു വിശ്വാസത്താൽ അവൾ ആ റിക്ഷ ഡ്രൈവറുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആ റിക്ഷ ഡ്രൈവർ ചോദിച്ചു: നിനക്ക് എന്റെ കൂടെ വരണമെന്നുണ്ടോ? മടിയോടെ അവൾ പറഞ്ഞു: വരണമെന്നുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ പണമില്ല. ഡ്രൈവർ പുഞ്ചിരിയോടെ പറഞ്ഞു: പണമില്ലേ? എങ്കിലും കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്തോ, നീ എന്റെ റിക്ഷയുടെ കൂടെ അങ്ങ് നടന്നോ. അങ്ങനെ യു അദ്ദേഹത്തിന്റെ റിക്ഷയ്ക്കൊപ്പം നടന്ന് യാത്ര തുടർന്നു. കുറച്ചു ദൂരം നടന്ന ശേഷം അവൾ എന്തിനാണ് പാരഡൈസ് ഫ്യൂണറൽ ഹോമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് അയാൾ ചോദിച്ചു. പതുക്കെ അവൾ അയാൾക്കെല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞുകൊടുത്തു. അപ്പോഴേക്കും ഒരു സ്ത്രീ റിക്ഷയിൽ ഓട്ടത്തിനായി കയറി. റിക്ഷയുടെ കൂടെ നടക്കുന്ന ആ പെൺകുട്ടിയെ ആ സ്ത്രീ ശ്രദ്ധിച്ചു. കൗതുകത്തോടെ ആ പെൺകുട്ടി ആരാണെന്ന് അവർ ചോദിച്ചു. ഒട്ടും മടിക്കാതെ ആ റിക്ഷ ഡ്രൈവർ
ഡ്രൈവർ പറഞ്ഞു, അവൾ എന്റെ ഇളയ സഹോദരിയാണ്. ആ വാക്കുകൾ കേട്ടപ്പോ യുവിന്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു ആശ്വാസച്ചൂട് പരക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആ യാത്രയിൽ ആദ്യമായി അവൾക്ക് ഒരു വ്യക്തിയോട് ചെറുതായൊരു വിശ്വാസം തോന്നി. ആ സ്ത്രീയുടെ ഇടത്തെത്തിയപ്പോ അവരിറങ്ങി. ഡ്രൈവർ യുവിന്റെ അടുത്തേക്ക് തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ സഹോദരന്റെ മൃതദേഹം തിരികെ കൊണ്ടുവരണമെങ്കിൽ ധാരാളം പണം വേണം. ഉടൻ സഹോദരൻ തനിക്ക് നൽകിയിരുന്ന വാച്ച് യു അയാൾക്ക് കാണിച്ചു കൊടുത്തു. അതിന് വലിയ വിലയുണ്ടെന്നും ഇത് വിറ്റാൽ അത്യാവശ്യം നല്ലൊരു പണം കിട്ടുമെന്നും അവൾ വ്യക്തമാക്കി. അയാൾ ആ വാച്ച് ഒന്ന് പരിശോധിച്ച ശേഷം അവളോട് തന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ചിയാവോ എന്നാണ്. എനിക്ക് പണ്ട് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോ ഞാൻ ഈ റിക്ഷയോടിച്ചാ ജീവിക്കുന്നത്. ചിയാവോ പിന്നാലെ അവളെ തനിക്ക് പരിചയമുള്ള ഒരു വാച്ച് ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് യു തന്റെ സഹോദരന്റെ അവസാന സമ്പാദ്യവും ഓർമ്മയുമായ ആ വാച്ച് 90 യുവാന് വിറ്റു. അതിനുശേഷം ചിയാവോ അവളെ അവിടെ നിന്നും ഒരു ചൂതുകളി കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറച്ച് ഭാഗ്യമുണ്ടെങ്കിൽ മൃതദേഹം വീണ്ടെടുക്കാൻ പാകത്തിനുള്ള പണം വേഗത്തിൽ സമ്പാദിക്കാൻ കഴിയും എന്നവൻ അവളോട് പറഞ്ഞു. തന്റെ സഹോദരന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക എന്ന ചിന്ത മാത്രം മനസ്സിലുണ്ടായിരുന്നതിനാൽ യു ചിയാവോ പറഞ്ഞതത്രയും സമ്മതിച്ചു. അവർ ചൂതുകളി ആരംഭിച്ചു. ആദ്യം ഭാഗ്യമൊക്കെ അവളുടെ കൂടെയാണെന്ന് തോന്നി. അവൾ തുടർച്ചയായി റൗണ്ടുകൾ ജയിച്ചു. ആവശ്യമായ പണം വേഗത്തിൽ കൈവരും എന്നവൾ പ്രതീക്ഷിച്ചു. പക്ഷെ അവളുടെ ആ ഭാഗ്യം നീണ്ടുനിന്നില്ല. അവസാന റൗണ്ടിൽ അവൾ ജയിച്ച മുഴുവൻ തുകയും അവൾക്ക് നഷ്ടപ്പെട്ടു. ഒടുവിൽ ഒന്നുമില്ലാതെ അവർക്ക് പുറത്തിറങ്ങേണ്ടി വന്നു. അതോടെ ചിയാവോക്കും വലിയ കുറ്റബോധമായി. അവനാണല്ലോ അവളെ ആ അപകടകരമായ തീരുമാനത്തിലേക്ക് നയിച്ചത്. ഉള്ളതും കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. കുറ്റബോധം കൊണ്ട് നീ വിഷമിക്കണ്ടെന്നും നിന്റെ കാര്യങ്ങൾ ഇനി മുതൽ താനങ്ങോട്ടേക്ക് നോക്കിക്കൊള്ളാം എന്ന് ചിയാവോ യുവിനോട് പറഞ്ഞു. തുടർന്നവൻ അവളെ പാരഡൈസ് ഫ്യൂണറൽ ഹോമിലേക്ക് കൊണ്ടുപോയി. കുറഞ്ഞപക്ഷം അവിടെയുള്ള അവളുടെ സഹോദരന്റെ മൃതദേഹമെങ്കിലും ഇപ്പോൾ അവൾക്ക് കാണാമല്ലോ. അവിടെ എത്തിയ ചിയാവോ യുൻ എന്ന പേരുള്ള ഒരാളുടെ മൃതദേഹം അവിടെയുണ്ടോ എന്ന് ജീവനക്കാരോട് ചോദിച്ചു. പക്ഷേ ഇന്നത്തെ സമയമൊക്കെ കഴിഞ്ഞെന്നും നാളെ വന്നാൽ മതി എന്നുമായിരുന്നു അവിടുത്തെ ചുമതലയുള്ളയാൾ അവരോട് പറഞ്ഞത്. ആ സമയം തച്ചിങ് എന്ന പേരുള്ള മറ്റൊരാളുടെ മൃതദേഹം അവിടുണ്ടോ എന്ന് ചിയാവോ തിരിച്ചു. ആ മനുഷ്യൻ അതേ മറുപടി തന്നെ നൽകി. അവിടെ നിന്ന് പോരുമ്പോ കൗതുകത്തോടെ യു ആരായി തച്ചിങ് എന്ന് തിരക്കി. ചിയാവോ ഒരു നിമിഷം നിശബ്ദനായി. എന്നിട്ട് കനത്ത ശബ്ദത്തിൽ പറഞ്ഞു, അവൻ എന്റെ സുഹൃത്തായിരുന്നു. ഞങ്ങൾ പട്ടാളത്തിലായിരുന്ന സമയത്ത് അവൻ ഒന്നിലധികം തവണ എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് ജോലിക്ക് വേണ്ടി പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞുപോയി. പക്ഷെ അവൻ അവിടെ തന്നെ തുടർന്നു. കുറച്ചു കാലം മുമ്പ് അവൻ തെറ്റായ രാഷ്ട്രീയ വിശ്വാസത്തിലാ പെട്ടിരിക്കുന്നത് എന്നാരോപിച്ച് അവനെ അവർ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. തായ്പേയിൽ അവനിനി കുടുംബമൊന്നുമില്ല. അവന്റെ മൃതദേഹം സ്വീകരിച്ച് തിരികെ വീട്ടിലേക്ക് ഞാൻ എത്തിച്ചില്ലെങ്കിൽ അവൻ അന്വേഷിച്ച് വരാനും ആരുമില്ല. അത് കേട്ടതും യു നിശബ്ദയായി. അല്പസമയത്തിനു ശേഷം അവൾ തന്റെ ബാഗിൽ നിന്ന് ഒരു വിലാസമെടുത്ത് ചിയാവോയെ കാണിച്ചു. നിങ്ങൾക്കെന്നെ ഇവിടെ കൊണ്ടുപോവാൻ പറ്റുമോ? അവൾ ചോദിച്ചു. ചിയാവോ ആ വിലാസം നോക്കി. അവിടെ ആരാ ഉള്ളതെന്ന് ചോദിച്ചു. യു മറുപടി പറഞ്ഞു, എന്റെ മൂത്ത സഹോദരി ലൂസി അവിടെ ഉണ്ട്. അവൾ ഒരു ഡാൻസ് ട്രൂപ്പിലാ ജോലി ചെയ്യുന്നത്. ഞാൻ അവളെ ഒരിക്കലും കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ അവൾ ഒരിക്കൽ എനിക്ക് പണമൊക്കെ അയച്ചു തന്നിരുന്നു. അവരിരുവരും ആ പുതിയ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. ഒടുവിൽ അവർ ആ ലക്ഷ്യസ്ഥാനത്തെത്തി. ഒരു മനുഷ്യൻ അവരെ ലൂസിയുള്ളിടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തുടക്കത്തിൽ ലൂസി യുവിനെ കണ്ടപ്പോ തീരെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ യു തന്നെ സ്വയം പരിചയപ്പെടുത്തി. ആ നിമിഷം എല്ലാം മാറി മറിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം തന്റെ ഇളയ സഹോദരിയെ കണ്ടപ്പോ സന്തോഷവും അവിശ്വാസവും മനസ്സിൽ നിറഞ്ഞ് ലൂസി വികാരാധീനയായി. എന്നാൽ കൃത്യമാ സമയത്തായിരുന്നു അവളുടെ സ്റ്റേജ് പെർഫോമൻസ് ആരംഭിക്കുന്നതും. അതിനാൽ അവൾ വേഗത്തിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ശേഷം സ്റ്റേജിലേക്ക് ഓടിപ്പോയി. യുവും ചിയാവോയും കാണികളുടെ ഇടയിലിരുന്ന് അവളുടെ പ്രകടനം കണ്ടു. മികച്ചൊരു പ്രകടനമായിരുന്നു അത്. ഷോ കഴിഞ്ഞപ്പോ ചിയാവോ മൃദുവായ പുഞ്ചിരിയോടെ യുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഇപ്പോ നിന്റെ സഹോദരിയെ കണ്ടെത്തിയല്ലോ. നിന്റെ യാത്രയിൽ എന്റെ ഭാഗം ഇവിടെ കഴിഞ്ഞു. അതും പറഞ്ഞ് അവൻ യാത്ര പറയാൻ തുടങ്ങി. അവിടെ നിന്ന് പോകാൻ തയ്യാറായി. അല്പസമയം കൊണ്ടുള്ള അവന്റെ നിശബ്ദവും ഹൃദ്യവുമായുള്ള ആ കരുതലും ദയയും യുവിനെ വല്ലാതെ സ്പർശിച്ചിരുന്നു. അവൾക്കവൻ ഒരു കുടുംബാംഗത്തെ പോലെയായി മാറിയിരുന്നു. ചിയാവോ യാത്ര പറഞ്ഞു പോയി. ആ സമയത്ത് ലൂസി അവിടെ വന്ന് എന്തിനാണ് നീ തായ്പേയിലേക്ക് വന്നതെന്ന് യുവിനോട് ചോദിച്ചു. അല്പസമയം മടിച്ച ശേഷം യു അവളോട് പറഞ്ഞു, ഞാൻ യുന്നിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. അവനിപ്പോൾ പാരഡൈസ് ഫ്യൂണറൽ ഹോമിലുണ്ട്. അവന്റെ വധശിക്ഷ നടപ്പായി. അത് കേട്ട് ലൂസി പൂർണ്ണമായും നിശ്ചലയായി പോയി. സഹോദരന്റെ മൃതദേഹം വീട്ടിലെത്തിക്കാൻ വലിയ തുക ആവശ്യമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അതിനാൽ അവൾ തന്റെ ബോസിനടുക്കൽ സഹായം ചോദിക്കാൻ പോയി. എല്ലാ കാര്യങ്ങളും കേട്ടറിഞ്ഞ അദ്ദേഹം അവൾക്ക് കുറച്ച് പണം
പണം നൽകി. എങ്കിലും അത് തികയുമായിരുന്നില്ല. തിയേറ്ററിലെ എല്ലാവർക്കും ലൂസിയെ വളരെ ഇഷ്ടമായിരുന്നു. യുവിന്റെയും ലൂസിയുടെയും സഹോദരനെ കുറിച്ചുള്ള മുഴുവൻ കഥയും അറിഞ്ഞപ്പോ അവിടുള്ള പെൺകുട്ടികളും മറ്റും അവരെ സഹായിക്കാൻ മുന്നിട്ട് വന്നു. അവർക്ക് കഴിയുന്നത് അത്രയും നൽകി. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് ചുൻ എന്ന ആ യുവാവ് വന്നത്. ചുൻ ലൂസിയെ കണ്ട് അവളോട് പറഞ്ഞു, നിന്നെ അന്വേഷിച്ചൊരു പെൺകുട്ടി വന്നിരുന്നു. ലൂസി മറുപടി കൊടുത്തു, ആ, അവൾ എന്റെ ഇളയ സഹോദരിയാണ്. തുടർന്നവൾ ചുന്നിനോട് പറഞ്ഞു, അച്ഛനോട് പറയണം ഞാനിവിടെ സുഖമായിരിക്കുന്നുവെന്ന്. എനിക്ക് വീട്ടിലേക്ക് മടങ്ങി വരാൻ താല്പര്യമില്ല. കൃത്യം ആ സമയത്ത് ചുന്നിന്റെ അച്ഛനും എത്തിച്ചേർന്നു. അദ്ദേഹം ചുന്നിനോട് കടുപ്പത്തിൽ സംസാരിച്ചു. ഒരിക്കലും അവളോട് സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ അവളെ എന്റെ സ്വന്തം മകളായ വളർത്തിയത്. ഇപ്പോൾ അവള് തന്നെ ഇഷ്ടപ്രകാരം നമ്മളെ വിട്ടിറങ്ങിപ്പോയിരിക്കുകയല്ലേ. ലൂസി ശാന്തമായി മറുപടി പറഞ്ഞു, അച്ഛൻ പറയുന്ന പോലെ എനിക്ക് ചുന്നിനെ വിവാഹം കഴിക്കാൻ കഴിയില്ല. ഞാൻ കുട്ടിക്കാലം മുതൽ അവനൊപ്പമാ വളർന്നത്. അവൻ എനിക്ക് എന്റെ മൂത്ത സഹോദരനെ പോലെയാണ്. നിങ്ങൾ എനിക്കൊരു വീട് തന്നു, നിങ്ങൾ എന്നെ വളർത്തി. അതിനൊക്കെ ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവളായിരിക്കും. പക്ഷേ സഹോദരനായി കാണുന്ന ചുന്നിനെ വിവാഹം കഴിക്കാൻ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് കഴിയില്ല. അപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. യഥാർത്ഥത്തിൽ ലൂസിയെ ദത്തെടുത്ത് അവരാ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. ചുന്നിന്റെ അച്ഛനായിരുന്നു അവളെ വളർത്തിയതും. തന്റെ മകനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ലൂസി ഒരിക്കലും ചുന്നിനെ ആ രീതിയിൽ കണ്ടിരുന്നില്ല. അതത്രയും കേട്ടതും അത് യുവിന്റെ ഹൃദയത്തെ വല്ലാതെ ഭാരപ്പെടുത്തി. അവൾ നിശബ്ദമായി ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ അവിടെ ഒരിടത്ത് ലൂസി മറ്റൊരു വ്യക്തിയെ കാണുന്നത് അവൾ കണ്ടു. കൗതുകത്തോടെ യു കുറച്ച് മാറി നിന്ന് ശ്രദ്ധിച്ചു. ലൂസി അദ്ദേഹത്തോട് കടം ചോദിക്കാൻ വന്നതാണെന്നും അവർ രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നെന്നും അവൾക്ക് ആ നിമിഷം മനസ്സിലായി. എന്നാൽ ആ മനുഷ്യന് ഭാര്യയും കുട്ടിയുമുണ്ട് എന്നറിഞ്ഞ നിമിഷം ലൂസി ആ പണം വാങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. കണ്ണുനീർ മറച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു പോന്നു. പെട്ടെന്നാണ് എല്ലാ ഭാഗത്തു നിന്നും കള്ളൻ കള്ളൻ എന്ന വിളികൾ ഉയർന്നു കേട്ടത്. ഭയന്നുപോയ യു ഓടി അവിടെയുള്ള ഒരു കോണിൽ ഒളിച്ചു. എന്നാൽ അവളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾ നേരത്തെ അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിലുള്ള കള്ളനായിരുന്നു. ആ മനുഷ്യൻ അവളുടെ വാപൊത്തിപ്പിടിച്ച് അവളെ നിശബ്ദയാക്കിയ ശേഷം ചെറിയൊരു പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചു, എന്താ, നീ എന്തെങ്കിലും മോഷ്ടിച്ചോ? താനൊന്നും മോഷ്ടിച്ചിട്ടില്ലെന്ന് അവൾ പറഞ്ഞു. അയാൾ ചിരിച്ചുകൊണ്ട് പിന്നെന്തിനാ അവൾ ഒളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ബഹളം കണ്ട് ഭയന്ന താൻ ഒളിച്ചത് എന്ന് യു വിശദീകരിച്ചു. ഉടൻ താൻ മോഷ്ടിച്ചെടുത്ത പണത്തിന്റെ പകുതി അവൾക്ക് നൽകാൻ ആ മനുഷ്യൻ തയ്യാറായി. തനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് യു ഉടൻ പറഞ്ഞു. അയാൾ വീണ്ടും ചിരിച്ചു. എന്നിട്ട് ഗൗരവമുള്ള ശബ്ദത്തിൽ പറഞ്ഞു, പണം ഒരു നദി പോലെയാണ്. ഇന്നത് എന്റെ പക്കലുണ്ട്, നാളെ അത് നിന്റെ പക്കലായിരിക്കും, മറ്റന്നാൾ അത് വേറെ ആരുടെയെങ്കിലും സ്വന്തമാകും. അതിനാൽ ഇത് നീ എടുത്തോ. അതോടെ അയാൾ ആ പണം അവളുടെ കൈകളിൽ ഉറപ്പിച്ചു കൊടുത്തു. അതുപോലൊരു വിചിത്ര മനുഷ്യനെ അവൾ മുമ്പ് കണ്ടിട്ടില്ലാത്തതിനാൽ യു അവനെ കൗതുകത്തോടെ നോക്കി നിന്നു. പിന്നീട് അയാൾ പോകാനായി തിരിഞ്ഞപ്പോ അവൾ അവന്റെ പേര് ചോദിച്ചു. അയാൾ ചെറു പുഞ്ചിരിയോടെ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ പേര് കൊച്ചൻ എന്നാണ്. എന്നാൽ എല്ലാവരും റോബിൻഹുഡ് എന്നാണ് എന്നെ വിളിക്കുന്നത്. അതോടെ അവൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അപ്രത്യക്ഷനായി. കയ്യിൽ കുറച്ച് പണവുമായി ഒരു പുതിയ അത്ഭുതവും മനസ്സിൽ നിറച്ച് യു അവിടെ നിന്നു. അതിനിടയിൽ കടുത്ത നിരാശയോടെ ചിയാവോ നേരത്തെ യുവിന്റെ ചേട്ടന്റെ വാച്ച് വിറ്റ് ആ കടയിലേക്ക് ചെന്നു. അവൻ പറഞ്ഞു, എനിക്ക് ആ പെൺകുട്ടിയെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പണമുണ്ടാക്കി അവളെ സഹായിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷേ പകരം എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോ അവളുടെ സഹോദരനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവൾക്ക് കഴിയില്ല. കഴിയുമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. അവൻ ആ വാച്ച് കടക്കാരനോട് പറഞ്ഞു, ആ വാച്ച് തിരികെ തരൂ. പതിയെ ഞാൻ അതിന്റെ പണം നിങ്ങൾക്ക് തന്നുകൊള്ളാം. കടക്കാരൻ തലകുലുക്കി അത് സാധ്യമല്ലെന്ന് പറഞ്ഞു. മുഴുവൻ പണം തന്നാൽ മാത്രമേ വാച്ച് തിരികെ നൽകാൻ കഴിയൂ എന്ന് വ്യക്തമാക്കി. ചിയാവോ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് കുറഞ്ഞ പക്ഷം അത് മറ്റാർക്കും വിൽക്കാതെ തനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കണമെന്നും അഭ്യർത്ഥിച്ചു. തുടർന്ന് ചിയാവോ അവിടുന്ന് പോയി തന്റെ തൊഴിലുടമയെ കണ്ട് അന്ന് സമ്പാദിച്ച പണം ഏൽപ്പിച്ചു. തൊഴിലുടമ അദ്ദേഹത്തോട് ഗൗരവത്തോടെ സംസാരിച്ചു. ഇന്ന് രണ്ടുപേരും നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഇനി എനിക്ക് നിനക്ക് റിക്ഷ വാടകയ്ക്ക് തരാൻ കഴിയില്ല. ഒരു കുഴപ്പത്തിലും ചെന്നുപെടാൻ എനിക്ക് താല്പര്യവുമില്ല. അത് കേട്ട് ദേഷ്യത്തോടെ ചിയാവോ തന്റെ വീട്ടിലേക്ക് മടങ്ങി. അവിടെ എത്തിയപ്പോ 2 പോലീസ് ഉദ്യോഗസ്ഥർ അവനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ തിരക്കി അവന്റെ മുതലാളിയുടെ അടുത്ത് പോയ അതേ പോലീസ് ഓഫീസേഴ്സ് ആശ്ചര്യത്തോടെ അവരെന്താ തന്റെ വീട്ടിൽ വന്നിരിക്കുന്നതെന്ന് അവൻ തിരക്കി. അവിടുത്തെ സീനിയർ ഓഫീസർ ചിയാബോയോട് ചോദിച്ചു, പൗഹാൻ എന്ന പേരുള്ള ഒരാളെ നിനക്കറിയാമോ? ചിയാബോ മറുപടി പറഞ്ഞു, അതെ, അദ്ദേഹം എന്റെ കമാൻഡിംഗ് ഓഫീസർ ആയിരുന്നു. അവസാനമായി എപ്പോഴാ നീ അദ്ദേഹവുമായി ബന്ധപ്പെട്ടത്? ഏകദേശം 1 വർഷമായി. പഹ്വാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും വസ്തുക്കൾ സൂക്ഷിക്കാൻ വെച്ചിട്ടുണ്ടോ? പോലീസ് ചോദിച്ചപ്പോ ഇല്ലെന്ന് ചിയാവോ പറഞ്ഞു. അതോടെ ഓഫീസർ ചിയാവോയുടെ അടുത്ത് നിന്ന് ഒരു ടിൻ പുറത്തെടുത്ത് അതിനുള്ളിൽ എന്താണെന്ന് തിരക്കി. അതിനകത്തുണ്ടായിരുന്നത്
ഉണ്ടായിരുന്നത് മൃതദേഹ അവശിഷ്ടമായിരുന്നു, ചിതാഭസ്മം. അല്പസമയത്തെ മൗനത്തിനു ശേഷം ചിയാവോ അത് വിശദീകരിച്ചു. ചിയാവോയുടെ സുഹൃത്തുക്കളായിരുന്ന കൂടെയുണ്ടായിരുന്ന കൊല്ലപ്പെട്ട 3 സഹപ്രവർത്തകരായ പട്ടാളക്കാരുടെ മൃതദേഹ അവശിഷ്ടമാണത്. ഒടുവിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവരുടെ മൃതദേഹ അവശിഷ്ടം സംസ്കാരത്തിനായി ഗ്രാമങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്ന് അവർ പരസ്പരം വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ട് അതെല്ലാം താൻ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്, ചിയാവോ ഓഫീസറോട് വിശദീകരിച്ചു. പിന്നാലെ ചോദിച്ചു, എന്തുകൊണ്ടാ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്? അത് കാരണം എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാനോ ഒരു ജോലി ചെയ്യാനോ പോലും കഴിയുന്നില്ല. സീനിയർ ഓഫീസർ ഗൗരവത്തോടെ പറഞ്ഞു, ഞങ്ങളിത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. രാജ്യത്തിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഞങ്ങൾ നിങ്ങൾക്കൊരു അവസരം നൽകിയ നിങ്ങൾ ഞങ്ങളോടൊപ്പം ജോലി ചെയ്യുമോ? ചിയാവോ ഒരു കൈപ്പേറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാനിനി ഈ രാജ്യത്തിനു വേണ്ടി ഒന്നും ചെയ്യില്ല. ഞാൻ ഇതിനോടകം ധാരാളം യുദ്ധങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത് കേട്ട് കുറച്ചു സമയം പിന്നിട്ടതും ഉദ്യോഗസ്ഥർ അവിടുന്ന് പോയി. അന്ന് രാത്രി യുന്നൊരിക്കൽ വരച്ച ചിത്രങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് യു തനിച്ചിരുന്നു. ആ ഓരോ ചിത്രങ്ങളും അവളുടെ സഹോദരന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികളും പേറുന്നതായി അവൾക്ക് തോന്നി. നീ വലുതാകുമ്പോൾ എന്താവാൻ ആഗ്രഹിക്കുന്നത് എന്ന് യുൻ അവളോട് ചോദിച്ച ആ ദിവസം അവൾ ഓർത്തെടുത്തു. താനൊരു അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നു എന്നവളന്ന് മറുപടി നൽകിയിരുന്നു. അന്ന് ആ സഹോദരൻ അവളോട് പറഞ്ഞു, ഒരു പെൺകുട്ടിക്ക് താൻ മനസ്സിൽ വിചാരിക്കുന്ന എന്തും സാധിച്ചെടുക്കാൻ കഴിയും. നിനക്ക് ആഗ്രഹിക്കുന്ന എന്തു വേണമെങ്കിലും ആകാം. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നീ നിന്റെ വിശ്വാസം ഒരിക്കലും കൈവിടരുത്. കഥ പ്രസന്റിലേക്ക് തിരികെ വരുന്നു. യുവിന്റെ കണ്ണുകൾ ആ ഓർമ്മയിൽ നിറഞ്ഞിരുന്നു. അവളുടെ സഹോദരൻ പറഞ്ഞ ഓരോ വാക്കുകളും ഇപ്പോൾ വലിയ അർത്ഥമുള്ളതായി അവൾക്ക് തോന്നി. അവന്റെ സ്വപ്നങ്ങൾ പെട്ടെന്ന് തടസ്സപ്പെട്ടു പോയെന്നവൾക്കറിയാമായിരുന്നു. എങ്കിലും അവന്റെ ആദർശങ്ങളും വിശ്വാസങ്ങളും സ്നേഹവും എല്ലാം ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. വല്ലാതെ ക്ഷീണിച്ച യു റോഡരികിൽ കിടന്നുറങ്ങിപ്പോയിരുന്നു. കുറെ കഴിഞ്ഞപ്പോ പട്രോളിങ്ങിന് വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവളെ കണ്ട് പിടിച്ച് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവൾ ആരാണെന്ന് ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചു. യു ശാന്തമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. തന്റെ സഹോദരന്റെ മൃതദേഹം ഏറ്റെടുക്കാനാണ് താൻ ഗ്രാമത്തിൽ നിന്ന് വന്നതെന്നും അവൾ വ്യക്തമാക്കി. അവളുടെ സഹോദരന് എന്ത് സംഭവിച്ചുവെന്നായിരുന്നു ഓഫീസർ തിരക്കിയത്. അല്പസമയത്തെ മൗനത്തിനു ശേഷം യു മറുപടി പറഞ്ഞു, നിങ്ങൾ അവനെ കൊന്നു തള്ളി. അവൻ നിരപരാധിയായിരുന്നു. അവൾ അത് പറഞ്ഞ നിമിഷം അവിടുണ്ടായിരുന്ന മറ്റൊരു ഓഫീസർക്ക് കടുത്ത ദേഷ്യം വന്നു. ഒരു വാക്കുപോലും പറയാതെ ആ ഓഫീസർ ദേഷ്യം പൊട്ടിത്തെറിച്ച് അവളെ ശക്തമായി അടിച്ചു. ചവിട്ടി താഴെ വീഴ്ത്തി ക്രൂരമായി വീണ്ടും മർദ്ദിക്കാൻ തുടങ്ങി. ചെറിയ പെൺകുട്ടിയായതിനാൽ യു വേദന കൊണ്ട് പൊളഞ്ഞെങ്കിലും കൂടുതലൊന്നും പറഞ്ഞില്ല. മറ്റൊരു ഓഫീസർ വേഗത്തിൽ ആ ഉദ്യോഗസ്ഥനെ തടയുകയും അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒരു കസേരയിൽ ഇരുത്തുകയും ചെയ്തു. വൈകാതെ മറ്റൊരാളെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. രാത്രിയേറെ മദ്യപിച്ച് ബഹളമുണ്ടാക്കി എന്ന് പറഞ്ഞായിരുന്നു അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അതാകട്ടെ ചിയാവോയും. സ്റ്റേഷനിനുള്ളിൽ യുവിനെ കണ്ട ചിയാവോ, നീ ഇവിടെയുണ്ടായിരുന്നോ എന്ന് ആശ്ചര്യത്തോടെ ചോദിച്ചു. അത് കണ്ട് സംശയാലുവായ ഒരു ഓഫീസർ അവൾക്കിവനെ അറിയാമോ എന്ന തരത്തിൽ തിരക്കി. ഒട്ടും മടിക്കാതെ ചിയാവോ മറുപടി പറഞ്ഞു, അവൾ എന്റെ ഇളയ സഹോദരിയാണ്. യു നിശബ്ദമായി ചിയാവോയെ നോക്കി. രക്തബന്ധമൊന്നുമില്ലാത്ത ആ ഒരു മനുഷ്യൻ വീണ്ടും വീണ്ടും അവൾ തന്റെ കുടുംബാംഗമാണെന്ന് അഭിസംബോധന ചെയ്യുന്നു. എല്ലാവരോടും വ്യക്തമായി പറയുന്നു. അവൾക്ക് എന്തോ ഒരു ആശ്വാസം തോന്നി. യുവിന് കുറച്ചു കഴിഞ്ഞ് കഴിക്കാൻ കുറച്ച് റൊട്ടി നൽകിയ പോലീസ് അത് കഴിച്ചു കഴിഞ്ഞ ശേഷം സാധനങ്ങളും എടുത്ത് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. യുവും ചിയാവോയും ഒരുമിച്ച് സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ യൂത്തിന്റെ റൊട്ടി രണ്ടായി പകുത്ത് ഒരു കഷ്ണം ചിയാവോയ്ക്ക് നൽകി. അയാൾ ആശ്ചര്യത്തോടെ അവളെ നോക്കി. അവൾ മൃദുവായി പുഞ്ചിരിച്ച് അത് കഴിക്കാൻ ആവശ്യപ്പെട്ടു. അല്പസമയത്തിനു ശേഷം അവൾ വീണ്ടും സംസാരിച്ചു. എന്റെ കയ്യിൽ ഇപ്പോഴും പണമില്ല. അതുണ്ടെങ്കിൽ മാത്രമേ എനിക്കെന്റെ സഹോദരന്റെ മൃതദേഹം വീട്ടിലെത്തിക്കാൻ കഴിയൂ. തുടർന്ന് അവൾ ചിയാവോയെ വാക്കുകിട്ടാത്ത അവസ്ഥയിലാക്കുന്ന ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ആ ആളുകൾക്ക് കൈമാറാം. എന്നെ ആദ്യം പിടിച്ചുകൊണ്ട് പോയവർ അവർ ഞാൻ വലിയ വിലയുള്ളവളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പണം കിട്ടിയാൽ നിങ്ങൾക്ക് എന്റെ സഹോദരന്റെ മൃതദേഹം ഗ്രാമത്തിലേക്ക് അയക്കാനും ബാക്കി പണം നിങ്ങളുടെ കയ്യിൽ വെക്കാനും പറ്റും. നിങ്ങൾക്ക് ആ ബാക്കി പണം ഉപയോഗിക്കാം. ചിയാവോ അത് കേട്ട അവിശ്വാസത്തോടെ അവളെ നോക്കി. നീ എന്താ ഈ പറയുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ ചോദിച്ചപ്പോ അവളൊന്നും പറഞ്ഞില്ല. ചിയാവോ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു, ഇല്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. ആ നിമിഷം തന്റെ സഹോദരനെ വീട്ടിലെത്തിക്കാൻ ആ ചെറിയ പെൺകുട്ടി എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നോ
ദുഃഖിതയാണെന്നും അവൾ എത്രത്തോളം നിരാശയിലാണെന്നും ചിയാവോക്ക് വ്യക്തമായി. കുറച്ചു കഴിഞ്ഞപ്പോ അവന്റെ മനസ്സിൽ വിചിത്രമായൊരു ചിന്ത തോന്നി. ആവശ്യമായ ബാക്കി പണം താൻ മോഷ്ടിച്ചു നൽകാം എന്ന തരത്തിൽ അയാൾ പറഞ്ഞു. എന്നാൽ അവന്റെ ആ പദ്ധതിയും പരാജയപ്പെട്ടു. അപ്പോഴേക്കും തന്റെ വീട്ടിലേക്ക് മുമ്പ് വന്നിരുന്ന യുവോദ്യോഗസ്ഥനായ ഹോങ് അവിടെ നിൽക്കുന്നതും തന്നെ വിളിക്കുന്നതും അയാൾ കണ്ടു. ചിയാവോ അദ്ദേഹത്തോട് സംസാരിക്കാനായി അവിടേക്ക് ചെന്നു. ഹോങ് ചുറ്റും നോക്കിക്കൊണ്ട് താഴ്ന്ന ശബ്ദത്തിൽ സംസാരിച്ചു. എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്തു തരണം. നിനക്ക് വലിയൊരു തുക തരാം. നീ ഒരാളെ അങ്ങ് ഇല്ലാതാക്കണം. ചിയാവോ ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി. ഹോങ് തുടർന്നു. ഒരു ഡോക്ടറുടെ മരണത്തിന് ഉത്തരവാദിയായ ഒരു മനുഷ്യൻ ഇപ്പോൾ ആ ഡോക്ടറുടെ കുടുംബത്തോടൊപ്പം തന്നെ അയാൾ താമസിക്കുന്നതും തങ്ങൾ അത്രയധികം വിശ്വസിക്കുന്ന ആ മനുഷ്യനാണ് തങ്ങളുടെ ഭർത്താവിനെയും അച്ഛനെയും കൊന്നതെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും അറിയില്ല. ഇപ്പോൾ അയാൾ ആ ഡോക്ടറുടെ ഭാര്യയെയും സ്വത്തുക്കളും സ്വന്തമാക്കാൻ വേണ്ടി പദ്ധതിയിടുകയാണ്. പിന്നാലെ അയാൾ കട്ടിയുള്ള ഒരു കെട്ട് പണം പുറത്തെടുത്ത് ചിയാവോയുടെ കയ്യിൽ നൽകാൻ ശ്രമിച്ചു. അവനെ തീർത്തു കളയണം എന്ന് പറയുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ ദൂരെ നിന്ന് വരുന്നതായി കാണപ്പെട്ടു. ചിയാവോ അയാളെ കണ്ട് ഞെട്ടിവിറച്ചു. ആ മനുഷ്യൻ മറ്റാരുമായിരുന്നില്ല, സീനിയർ ഓഫീസർ തന്നെയായിരുന്നു. നിങ്ങൾക്ക് അയാളെ ഇല്ലാതാക്കണമെന്നാണോ? ചിയാവോ ഞെട്ടലോട് ചോദിച്ചു. ഹോങ്ങിന്റെ കണ്ണുകൾ ദേഷ്യവും വേദനയും കൊണ്ട് ജ്വലിച്ചു. അയാള് നിങ്ങളോടെന്താ ചെയ്തതെന്ന് ഓർത്തു നോക്കൂ, ഹോങ് പറഞ്ഞു. വിസ്താരത്തിനിടയിൽ അയാളാണ് നിങ്ങളുടെ സുഹൃത്തിന്റെ മരണത്തിന് പോലും കാരണമായത്. നിനക്കവനെ കൊല്ലണമെന്നില്ലേ? എല്ലാം കേട്ടറിഞ്ഞ ശേഷം ചിയാവോ എന്തുകൊണ്ടാണ് ഹോങ്ങിന് ആ മനുഷ്യനോട് ഇത്രയധികം പകയുള്ളതെന്ന് തിരക്കി. അതും സ്വന്തം സീനിയറിനോട്. ഹോങ് മറുപടി പറഞ്ഞു. ഡോക്ടറുടെ ഭാര്യയും ഞാനും ഒപ്പമായിരുന്നു വളർന്നത്. അവളോട് ചെയ്യുന്ന അനീതിയൊക്കെ എനിക്കറിയാം. ഉടൻ ചിയാവോ ശാന്തമായി പറഞ്ഞു. അപ്പോ നിങ്ങളെപ്പോലെയുള്ളവർക്കും ആരെയെങ്കിലുമൊക്കെ സ്നേഹിക്കാൻ കഴിയുമല്ലേ? ആദ്യമൊന്ന് കൺഫ്യൂസ്ഡ് ആയി നിന്ന ശേഷം ചിയാവോ ഒടുവിൽ സമ്മതിച്ചു. സീനിയറിനെ താൻ കൊല്ലാം. അപ്പോഴേക്കും യു അവിടെ എത്തിച്ചേർന്നു. ചിയാവോ ആ പണമെല്ലാം അവളുടെ കൈകളിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ നിന്റെ സഹോദരന്റെ മൃതദേഹം നിനക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ആ പണം നേടാൻ എത്രമാത്രം അപകടത്തിലാണ് അവൻ ചെന്നുപെട്ടതെന്നറിയാതെ യു അവിശ്വാസത്തോടെ ആ പണത്തിലേക്ക് നോക്കി നിന്നു. അവളോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ട് ചിയാവോ സീനിയർ ഓഫീസർ ഇപ്പോൾ താമസിക്കുന്ന ഡോക്ടറുടെ വീട് ലക്ഷ്യമാക്കി ഒറ്റയ്ക്ക് പുറപ്പെട്ടു. ഒച്ചയുണ്ടാക്കാതെ അകത്തേക്ക് കടന്ന അവൻ മുറിക്കുള്ളിലേക്ക് നോക്കി. ഓഫീസർ നല്ല ഉറക്കത്തിലാണ്. താൻ ചെയ്യാമെന്ന കാര്യം തീർക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പെട്ടെന്നെല്ലാം തകടം മറഞ്ഞു. അവനെ കണ്ട് ഡോക്ടറുടെ ഭാര്യ പെട്ടെന്ന് അലറി വിളിച്ചു. ശബ്ദം കേട്ട് ഓഫീസർ ഉണരുകയും പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്തു. സാഹചര്യം കൈവിട്ടുപോയി. തന്റെ ജീവൻ രക്ഷിക്കാൻ ചിയാവോ തിരിച്ചടിക്കാൻ നിർബന്ധിതനായി. ആ പിടിവലിക്കിടയിൽ വീടിനുള്ളിൽ ഒരു വലിയ വെടിയൊച്ച മുഴങ്ങി. അത് കേട്ട് യുവ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തി. കൃത്യം അതേ സമയത്ത് ഹോങ് ആ വീടിന്റെ അകത്തേക്ക് കടന്നു. ചിയാവയെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ സ്വയം തന്നെ ആ കർമ്മം നടത്താനായിരുന്നു അവന്റെ പദ്ധതി. പക്ഷേ ഭാഗ്യം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഏറ്റുമുട്ടലിൽ ഹോങ്ങിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. തന്റെ പ്രിയ സുഹൃത്ത് തന്റെ കൺമുമ്പിൽ കിടന്ന് മരിക്കുന്നത് കണ്ട് ഡോക്ടറുടെ ഭാര്യ തകർന്നുപോയി. കൂടുതൽ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ചിയാവോ വേഗത്തിൽ അവിടെ നിന്ന് പുറത്തേക്കൂടി രക്ഷപ്പെട്ടു. പുറത്തിറങ്ങി ഓഫീസറുടെ സൈക്കിളും എടുത്ത് അയാൾ യുവിനൊപ്പം വേഗത്തിൽ ഓടിച്ചുപോയി. കുറച്ചു ദൂരം സഞ്ചരിച്ച ശേഷം അയാൾ വണ്ടി നിർത്തി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഫ്യൂണറൽ ഹോം വരെ കൊണ്ടുപോകാൻ കഴിയില്ല. നിനക്ക് ഇവിടുന്ന് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് യുവിന്റെ ഹൃദയം തകർന്നു. ചിയാവോ യാത്ര പറഞ്ഞ് അവിടുന്ന് പോയി. ഒരിക്കൽ കൂടി ആ വലിയ നഗരത്തിൽ താൻ തീർത്തും ഒറ്റപ്പെട്ടുവെന്ന് യുവിന് തോന്നി. അവൾ അവിടെ നിസ്സഹായിയായി നിന്നു. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കകം അവൾ നോക്കിയപ്പോ ചിയാവോ തിരികെ വരുന്നത് കണ്ടു. അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ആ മനുഷ്യന് തന്നെ അങ്ങനെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല എന്നവൾ തിരിച്ചറിഞ്ഞു. അവർ രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് യാത്ര തിരിച്ചു. എന്നാൽ ദൂരെ നിന്ന് ലിൻ അവരെ ശ്രദ്ധിക്കുകയും അവരുടെ അടുത്തുകൂടി പിന്തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവർ പാരഡൈസ് ഫ്യൂണറൽ ഹോമിൽ എത്തിച്ചേർന്നു. ചിയാവോ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു. ഞങ്ങൾ യുന്നിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ വന്നതാണ്. ആവശ്യമായ പണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ജീവനക്കാരൻ തിരക്കി. ഉണ്ടെന്ന് ചിയാവോ മറുപടി പറഞ്ഞു. തുടർന്നൊരു ജീവനക്കാരൻ അവരെ മൃതദേഹങ്ങളുള്ള ഇടത്തേക്ക് കൊണ്ടുപോയി. ഒന്നൊന്നായി മൃതദേഹങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നു. വിറച്ചുകൊണ്ട് യു ഓരോ മൃതദേഹത്തിന്റെ മുഖത്തേക്കും നോക്കി. പക്ഷേ അധിക നേരം അത് സഹിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒന്നുമില്ലെങ്കിലും അവൾ ഒരു കുട്ടിയാണല്ലോ. അവൾക്ക് ഛർദ്ദിക്കാൻ വന്നു. കണ്ണീരോടെ ചുറ്റും നോക്കിക്കൊണ്ട് അവൾ പുറത്തിറങ്ങി. ചിയാവോ ചോദിച്ചപ്പോ കണ്ണീരോടെ അവൾ പറഞ്ഞു, യുൻ ഇവിടെയില്ല. ഞെട്ടിപ്പോയ ചിയാവോ ജീവനക്കാരന്റെ നേരെ തിരിഞ്ഞു. ഇതിനോടകം നിങ്ങൾ അവനെ സംസ്കരിച്ചോ? ചിയാവോ ചോദ്യം ചോദിച്ച ജീവനക്കാരൻ വല്ലാതെ അസ്വസ്ഥനായി. തനിക്കൊന്നും പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അതോടെ അയാൾ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ചിയാവോ പതുക്കെ കുറച്ച് പണം അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. പണം കണ്ടപ്പോൾ അലിഞ്ഞ ആ മനുഷ്യൻ ചുറ്റും നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞു, യുന്നിന്റെ മൃതദേഹം ഡിഫൻസ് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ടാകാം. അതെന്തിനാ എന്ന് ചോദിച്ചപ്പോ പഠനത്തിനായി മൃതദേഹം അങ്ങോട്ടേക്ക് അയച്ചിരിക്കാനാ സാധ്യത എന്നയാൾ വിശ്വസിച്ചു.
വിശദീകരിച്ചു. അത് കേട്ട നിമിഷം ചിയാവോ ഒട്ടും സമയം കളഞ്ഞില്ല. അവനും യുവും ചേർന്ന് ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടു. പക്ഷേ നിർഭാഗ്യം അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. യാത്രക്കിടയിൽ ലിൻ കുറച്ചാളുകളുമായി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. ചിയാവോയെയും യുവിനെയും വളഞ്ഞുകൊണ്ട് അവർ യാതൊരു ദയുമില്ലാതെ അവരെ കീഴ്പ്പെടുത്തി. കൃത്യം അതേ സമയത്ത് കള്ളനായ കോച്ചനും പോലീസിന്റെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ അവിടെ എത്തി. അവനെ പിന്തുടരുന്നവർ കൃത്യം ആ സംഘർഷ സ്ഥലത്ത് എത്തിച്ചേർന്നു. രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കണ്ട പോലീസ് ആരോടും യാതൊരു ദയയും കാണിച്ചുമില്ല. ചിയാവോ, യു, ലിൻ, അദ്ദേഹത്തിന്റെ ആളുകൾ എന്നിവരെയെല്ലാം അവർ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആ വാർത്തയറിഞ്ഞ് ലൂസി യുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സ്റ്റേഷനിലെത്തി. പക്ഷേ പുതിയൊരു പ്രശ്നം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. യുവിന്റെ കൈവശമുണ്ടായിരുന്ന പണമത്രയും പോലീസ് പിടിച്ചെടുത്തു. കണ്ണീരോടെ അവൾ യാചിച്ചു, അതെന്റെ പണമാണ്, ദയവായി തിരികെ തരണം. പക്ഷേ പണം എവിടെ നിന്നാ കിട്ടിയതെന്ന് പോലീസ് അവളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. വിശദീകരിക്കാൻ അവൾക്കത് കഴിയുന്നില്ലെന്ന് പറഞ്ഞ് പോലീസ് അവളെ ഭീഷണിപ്പെടുത്തി. യു നിശബ്ദയായി പോയി. അപ്പോഴേക്കും സീനിയർ ഓഫീസർ സ്റ്റേഷനിലേക്ക് വന്നു. ചിയാവോ അദ്ദേഹത്തെ കണ്ട നിമിഷം യഥാർത്ഥ അപകടം തന്നെ പിടികൂടിയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ചിയാവോയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഓഫീസർ ഉത്തരവിട്ടു. ഭയന്നുപോയ യു എന്തിനാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ച് നിലവിളിച്ചു. അവന്റെ മോശം രാഷ്ട്രീയ ബന്ധങ്ങൾ കാരണമാണ് എന്നായിരുന്നു ഓഫീസറുടെ മറുപടി. അദ്ദേഹത്തിന് എന്താ സംഭവിക്കുക എന്ന് യു ചോദിച്ചപ്പോ ഓഫീസർ തണുപ്പൻ മട്ടിൽ മറുപടി പറഞ്ഞു. രാജ്യത്തിനെതിരെ നിൽക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമോ അത് തന്നെ അവനും സംഭവിക്കും. അവനെ പിന്തുടരാൻ അവൾ വെപ്രാളപ്പെട്ടെങ്കിലും അവൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഒടുവിൽ ലൂസിയും യുവും അവിടെ നിന്ന് പറഞ്ഞയക്കപ്പെട്ടു. അവർ ഡിഫൻസ് മെഡിക്കൽ കോളേജിലേക്ക് പോയി. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ നിമിഷമായിരുന്നു അവിടെ അവരെ കാത്തിരിക്കുന്നതെന്ന് അവർക്കപ്പോൾ അറിയാമായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ജീവനക്കാർ ആദ്യം അവരെ സഹായിക്കാൻ തയ്യാറായില്ല. എന്നാൽ ആ രണ്ട് സഹോദരിമാരുടെ യാചനകളും അവരുടെ കണ്ണീരും നിസ്സഹായാവസ്ഥയും കണ്ടപ്പോ അവർ അതിൽ അലിഞ്ഞുപോയി. അവിടുത്തെ ലവ് എന്ന പേരുള്ള ഒരു യുവാവ് അവരെ സഹായിക്കാൻ സമ്മതിച്ചു. അങ്ങനെ യുന്നിന്റെ ആ രണ്ട് സഹോദരിമാരെ മൃതദേഹങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നിടത്തേക്ക് അയാൾ കൊണ്ടുപോയി. അവർ അകത്തേക്ക് കാലെടുത്ത നിമിഷം ഇരുവരും സ്തബ്ധരായി. അവർക്ക് ചുറ്റും നിശബ്ദമായി സൂക്ഷിച്ചിരിക്കുന്ന എണ്ണമറ്റ ഭൗതികാവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച അവരിൽ പെട്ടെന്നൊരു ഭയം നിറച്ചു. സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓരോ അവശിഷ്ടങ്ങളും ലവ് അവരോടൊപ്പം ഓരോന്നായി സൂക്ഷ്മതയോടെ പരിശോധിച്ചു. ഓരോ മുഖം കാണുമ്പോഴും സഹോദരനെ കുറിച്ചുള്ള ഓർമ്മകൾ യുവിന്റെ മനസ്സിലേക്ക് ഇരച്ചെത്തി. കരിമ്പുപാടത്തെ ആ ദിവസം, അവന്റെ സ്വപ്നങ്ങൾ, അവന്റെ പുഞ്ചിരി, അവൻ വരച്ച ചിത്രങ്ങൾ, ഭാവിയെക്കുറിച്ച് അവൻ പറഞ്ഞ കഥകൾ. ലൂസിയുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. രണ്ടുപേരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. തുടർന്ന് ലവ് മറ്റൊരു മൃതദേഹം മുന്നോട്ട് കൊണ്ടുവന്നപ്പോ യു നിശ്ചലമായി നിന്നുപോയി. ഏതാനും സെക്കൻഡുകൾ അവൾ അതുപോലെ തുടർന്നു. ഒടുവിൽ അവൾ തന്റെ സഹോദരനായ യുനിനെ കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ അവൾ കണ്ട ആ കാഴ്ചയ്ക്ക് അവളുടെ മനസ്സിൽ വലിയൊരു വേദന നിറയ്ക്കാൻ സാധിച്ചിരുന്നു. അവസാന നിമിഷം വരെ യുൻ അനുഭവിച്ച എല്ലാ യാതനകളുടെയും അടയാളങ്ങൾ അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു. തന്റെ സഹോദരന്റെ ജീവനറ്റ മുഖത്തേക്ക് നോക്കുമ്പോ ജീവിതം തുളുമ്പി നിന്നിരുന്ന, ഏറെ സന്തോഷിച്ചിരുന്ന സഹോദരന്റെ ആ പഴയ മുഖം അവളൊന്നോർത്തുപോയി. രണ്ട് സഹോദരിമാരും പൊട്ടിക്കരഞ്ഞു. തങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ അവർ വലിയ തോതിൽ പാടുപെട്ടു. അവനെ ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ കൂടുതൽ പണം വേണമെന്ന് അവിടുത്തെ അധികാരികൾ വ്യക്തമാക്കി. അത് കേട്ട് ആ സഹോദരിമാരുടെ ഹൃദയം വീണ്ടും തകർന്നു. അപ്പോൾ അവിടുണ്ടായിരുന്ന ഒരു സ്ത്രീ അവരോട് പറഞ്ഞു, മുഴുവൻ ഭൗതിക ശരീരവും കൊണ്ടുപോകുന്നതിനു പകരം ഇവിടെ ദഹിപ്പിച്ച് ചിതാഭസ്മം മാത്രം കൊണ്ടുപോയാൽ ചിലവ് വളരെ കുറവായിരിക്കും. ഏറെ ആലോചിച്ച ശേഷം അവരാ മാർഗം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. യുന്നിനെ അവിടുത്തെ ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്ന് അവർ അഗ്നിയിൽ ദഹിപ്പിച്ചു. അതിനുശേഷം യു തന്റെ മൂത്ത സഹോദരി ലിസിയോട് ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞു. പക്ഷേ നന്ദി പറയാൻ ഒന്നുമില്ലെന്നായിരുന്നു ലൂസി അവളോട് പറഞ്ഞത്. യുന്നിന്റെ മാത്രം സഹോദരനല്ലെന്നും എന്റെയും സഹോദരനാണെന്നും എന്റെയും അവന്റെയും അമ്മ ഒന്നല്ലേ എന്നുമായിരുന്നു അവൾ വ്യക്തമാക്കിയത്. അല്പസമയത്തെ മൗനത്തിനു ശേഷം അവൾ കൂട്ടിച്ചേർത്തു, യുൻ തായ്പയിൽ വന്നിരുന്നപ്പോ ഞങ്ങൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ടായിരുന്നു. ആശ്ചര്യത്തോടെ യു അവളെ നോക്കി. ലൂസി തുടർന്നു, ഏകദേശം 2 മാസം മുമ്പ് ഒരു മനുഷ്യൻ എനിക്കൊരു കത്തുകൊണ്ട് തന്നു. യുൻ എനിക്ക് അയച്ച കത്തായിരുന്നു അത്. കത്തിനെക്കുറിച്ച് കേട്ടപ്പോ യുവിന്റെ കണ്ണുകളിൽ കൗതുകം നിറഞ്ഞു. തടവിലുള്ള സഹപ്രവർത്തകരിൽ പലരെയും മോചിപ്പിച്ചുവെന്നും മറ്റ് വിശേഷങ്ങളും കൂട്ടത്തിൽ ആ കത്തിൽ യുന്നൊരു കഥയും എഴുതിയിട്ടുണ്ടായിരുന്നു. യുവിനൊരിക്കൽ
ഒരിക്കൽ എനിക്കും ഒരു കഥ പറഞ്ഞു തന്നിരുന്നു, പക്ഷെ അത് പൂർത്തിയാക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ലൂസി മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ജയിലിലായിരുന്നപ്പോ ആ കഥ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായിരുന്നു കത്തിലെഴുതി അവൻ എനിക്ക് അയച്ചതും. തുടർന്ന് ലൂസി പതുക്കെ ആ കഥ മുഴുവൻ യുവിന് പറഞ്ഞുകൊടുത്തു. പണ്ടൊരിക്കൽ ഒരു നദിയിൽ 2 നീർത്തുള്ളികൾ ജീവിച്ചിരുന്നു. അവരെപ്പോഴും ആകാശത്തുള്ള മേഘങ്ങളിലേക്ക് നോക്കുമായിരുന്നു. തങ്ങൾക്കും അതുപോലെ എങ്ങോട്ടും സ്വതന്ത്രമായി ഒഴുകി നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു. അങ്ങനെ ആ 2 നീർത്തുള്ളികളും പരസ്പരം ഒരു പ്രോമിസ് ചെയ്തു. അവരിൽ ആരെങ്കിലും ആദ്യം മേഘമായി മാറിയാൽ മറ്റേയാൾക്കായി അയാൾ കാത്തിരിക്കും. അങ്ങനെ ആ നിമിഷം വന്നെത്തി. തുള്ളികളിലൊന്ന് മുകളിലേക്കുയർന്ന് ഒരു മേഘമായി മാറി. പക്ഷേ മറ്റേയാൾക്ക് അതിനൊപ്പം പോകാൻ കഴിഞ്ഞില്ല. പകരം അതൊരു മൂടൽമഞ്ഞായി നിന്നു. പിന്നീട് ഒരു ദിവസം ഒരു വെള്ളമേഘം തലയ്ക്ക് മുകളിലൂടെ കടന്നുപോയപ്പോ ആ മൂടൽമഞ്ഞ് തന്റെ പഴയ സുഹൃത്തിനെ അറിയാമോ എന്ന് ആ മേഘത്തോട് ചോദിച്ചു. അവളുടെ സുഹൃത്ത് പണ്ടേ പസഫിക് സമുദ്രത്തിൽ മഴയായി പെയ്തിറങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു ആ മേഘം പറഞ്ഞത്. പ്രകൃതിയോട് ഇണങ്ങിച്ചേരുക എന്ന തന്റെ ജീവിത ലക്ഷ്യം നിറവേറ്റിക്കൊണ്ട് ആ തുള്ളിയും പ്രകൃതിയുടെ പൂർണ്ണമായ ഭാഗമായി മാറി. പിന്നീട് ആ മൂടൽമഞ്ഞ് കാട്ടിലൂടെ ഒഴുകി നടന്ന് ആ മൂടൽമഞ്ഞും പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നു. മൂടൽമഞ്ഞിന്റെ കഥയെന്നായിരുന്നു യുൻ ആ കഥയ്ക്ക് പേരിട്ടിരുന്നത്. അതിലൂടെ അവൻ പറയാൻ ശ്രമിച്ചതും ഒരേ ഒരു ലളിതമായ കാര്യമാണ്. സ്വാതന്ത്ര്യത്തിനായി അവൻ എത്രമാത്രം കൊതിച്ചിരുന്നു എന്ന കാര്യം. ബന്ധനങ്ങളിൽ നിന്ന് മോചിതനായി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള അവന്റെ ആഗ്രഹം എത്ര അഗാധമായിരുന്നു എന്ന്. യുന്നിന്റെ ചിതാഭസ്മം കൈകളിൽ പിടിച്ചുകൊണ്ട് ആ 2 സഹോദരിമാരും കുറെ നേരം നിശബ്ദരായി നിന്നു. ആ ചെറിയ കലശത്തിനുള്ളിൽ ഒരാളുടെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ സ്നേഹവും അപൂർണമായൊരു ഭാവിയുമായിരുന്നു അടങ്ങിയിരുന്നത്. ഒടുവിൽ അവർ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ അവരൊരു പരേഡിന് മുന്നിലെത്തി. തെരുവുകൾ നിറയെ ആളുകൾ, പാറിപ്പറക്കുന്ന കൊടികൾ, ആഘോഷം കൊണ്ട് നിറഞ്ഞ അന്തരീക്ഷം. അത് കണ്ടുകൊണ്ട് യുവ കൂട്ടത്തിലേക്ക് കൂടി. തന്റെ നെഞ്ചോട് ചിതാഭസ്മം ചേർത്തു പിടിച്ചു മന്ത്രിച്ചു. യുൻ, നീ ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. നോക്കിക്കേ, എല്ലാവരും നിനക്ക് വേണ്ടിയെന്നോണം ഇവിടെ ആഘോഷിക്കുകയാണല്ലോ. ആകാശത്തെവിടെയോ നഷ്ടപ്പെട്ട ഒരു സ്വപ്നം നിശബ്ദമായി ഒഴുകി നീങ്ങുന്നുണ്ടായിരുന്നു. അടുത്ത വർഷം ലൂസി യുവിനെയും അവരുടെ ഇളയ സഹോദരനെയും ഗ്രാമത്തിൽ നിന്ന് തായ്പിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അവരെയൊപ്പം താമസിപ്പിക്കുകയും സ്കൂളിൽ ചേർക്കുകയും ചെയ്തു. പതുക്കെ ജീവിതം വീണ്ടും മുന്നോട്ട് നീങ്ങി. റിപ്പബ്ലിക്കിന്റെ 45ാം വാർഷികത്തിൽ ലൂസി അവരെ മാതാപിതാക്കളുടെ കല്ലറ സന്ദർശിക്കാൻ കൊണ്ടുപോയി. അന്ന് കല്ലറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് യു തന്റെ സഹോദരന്റെ സ്വപ്നം സാക്ഷാത്കരിക്കും എന്ന് പ്രോമിസ് ചെയ്തു. സമയം കടന്നുപോയി. റിപ്പബ്ലിക്കിന്റെ 53ാം വാർഷികത്തോടെ അവൾ തന്റെ പഠനം വിജയകരമായി പൂർത്തിയാക്കി. പിന്നീട് യു ഒരു അധ്യാപികയായി മാറി. വർഷങ്ങൾക്ക് ശേഷം അവൾ വിവാഹം കഴിക്കുകയും അവളുടെ കുടുംബത്തിലേക്ക് ഒരു മകൾ പിറക്കുകയും ചെയ്തു. താൻ ഏറ്റവും സ്നേഹിച്ച വ്യക്തിയുടെ ഓർമ്മകൾ നിലനിർത്താൻ അവൾ തന്റെ മകൾക്ക് യുൻ എന്ന് പേരിട്ടു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. സമയബന്ധിതമായി തായ്വാൻ 38 നീണ്ട വർഷങ്ങളായി നിലനിന്നിരുന്ന രാജ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. രാജ്യം മാറിത്തുടങ്ങി. ആളുകൾ തങ്ങളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സംസാരിക്കാൻ പതുക്കെ ധൈര്യം കണ്ടെത്തി. യുവിന് അതിൻ്റെതായ സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതം സമ്മാനിച്ചു. കാലക്രമേണ അവളുടെ ഭർത്താവ് അന്തരിച്ചു. വീണ്ടും പല വർഷങ്ങളും കടന്നുപോയി. യു അങ്ങനെ ഒരു വൃത്തിയായി മാറി, ഒരു മുത്തശ്ശിയായി മാറി. ഒരു ദിവസം വീട്ടിലിരുന്ന് അവൾ ടെലിവിഷനിൽ ഒരു വാർത്താ പ്രക്ഷേപണം കാണുകയായിരുന്നു. ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു ദുഷ്കരമായ രാഷ്ട്രീയ കാലഘട്ടത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും തങ്ങളുടെ വീടുകളിലേക്ക് ഒരിക്കലും തിരിച്ചെത്താതിരുന്ന എണ്ണമറ്റ സാധാരണക്കാരുടെ കഥയായിരുന്നു ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. നീണ്ട തിരച്ചിലിനൊടുവിൽ ഒരു കുടുംബം തങ്ങളുടെ ദീർഘകാലമായി നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവന്റെ കല്ലറ കണ്ടെത്തിയിരുന്നു. അതും ലിയു ജാംഗ്ലി സെമിത്തേരിക്ക് സമീപം 100-ലധികം ആളുകളുടെ അവശിഷ്ടങ്ങൾ അടങ്ങിയ ഒരു കൂട്ടക്കല്ലറയും കണ്ടെത്തപ്പെട്ടിരിക്കുന്നു. വാർത്ത കേട്ട യു പെട്ടെന്ന് ഓർമ്മകളിൽ മുഴുകി. പേരുകളുടെ ഒരു പട്ടിക കണ്ടെത്താൻ കഴിയുമോ എന്നവൾ തന്റെ മകളോട് ചോദിച്ചു. അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നവരായി കണ്ടെത്തിയ ആളുകളുടെ പേരുകൾ, അതിന്റെ പട്ടിക അവളുടെ മകൾ അവർക്ക് കൊണ്ടുവന്നു നൽകി. വിറയ്ക്കുന്ന കൈകളോടെ യു ആ പേരുകളിൽ തിരഞ്ഞു. പക്ഷെ അതിൽ ചിയാവോയുടെ പേരുണ്ടായിരുന്നില്ല. ഒരു ആപത്ഘട്ടത്തിൽ സഹോദരനായി നിന്ന് തന്നെ സഹായിച്ച ആ വ്യക്തിയുടെ പേര്. തുടർന്ന് വർഷം 2004 എത്തി. ഒരു ദിവസം പതിവ് പരിശോധനയ്ക്കായി യു ഒരു ആശുപത്രിയിൽ പോയി. വാർദ്ധക്യം കാരണം കൂനിപ്പോയിരുന്ന അവൾ പെട്ടെന്നൊരു നഴ്സ് ഒരു പേര് വിളിക്കുന്നത് കേട്ടു. ചിയാവോ. കുറച്ചു നിമിഷത്തേക്ക് അവളൊന്ന് പൂർണ്ണ സ്തബ്ധയായി. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. പതുക്കെ അവൾ ആ ശബ്ദത്തിന് നേരെ നടന്നു. അവളുടെ കണ്ണുകൾ അവിശ്വാസത്തോടെ വികസിച്ചു. അവൾക്ക് മുന്നിൽ നിൽക്കുന്നത് മറ്റാരും ആയിരുന്നില്ല,
50 വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ ചിയാവോ ആയിരുന്നു. വാർദ്ധക്യം അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്തെ പരിചിതമായ രൂപഭാവങ്ങൾ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. കണ്ണീരോടെ യു ചോദിച്ചു, താങ്കൾക്കെന്നെ മനസ്സിലായോ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ സഹോദരനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്റെ ഗ്രാമത്തിൽ നിന്ന് തായ്പേയിൽ വന്നിരുന്നു. ചിയാവോ നീണ്ടുനേരം അവളെ നോക്കി നിന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം വികാരം കൊണ്ടിടറി. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ സഹോദരനെ കണ്ടെത്തിയിരുന്നു? കണ്ടെത്തിയെന്ന് യു തലയാട്ടി പറഞ്ഞു. തുടർന്ന് മടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, അന്ന് നിങ്ങളുടെ ശിക്ഷ? ചിയാവോ ശാന്തമായി പറഞ്ഞു, ഇല്ല, എനിക്ക് വധശിക്ഷയൊന്നും കിട്ടിയില്ല. 25 വർഷത്തെ തടവായിരുന്നു ലഭിച്ചത്. അത് കേട്ടതും യുവിന്റെ കണ്ണുകൾ കണ്ണീർ കൊണ്ട് നിറഞ്ഞു. താൻ കാരണം കൊണ്ടും അവിടെ നടന്ന എല്ലാ കാര്യങ്ങൾ കൊണ്ടുമാണ് ചിയാവോ തന്റെ ജീവിതത്തിലെ 25 വർഷം ജയിലഴികൾക്കുള്ളിൽ ചിലവഴിച്ചത് എന്ന് യുവിന് അറിയാമായിരുന്നു. ആ ചിന്ത അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അതേസമയം വർഷങ്ങൾക്കിപ്പുറം ചിയാവോ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞപ്പോ ഒരു വിചിത്രമായ സമാധാനവും അവളുടെ മനസ്സിൽ നിറഞ്ഞു. യുവിന്റെ മകളെയും കൊച്ചുമക്കളെയും കണ്ടതിൽ ചിയാവോയും ഏറെ സന്തോഷിച്ചു. കുറച്ചുനേരം സംസാരിച്ച ശേഷം ചിയാവോ കാരക്കുണ്ട് എന്ന് യു തിരക്കി. ചിയാവോ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മാത്രമേയുള്ളൂ. ആ കുറഞ്ഞ ലളിതമായ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ നീണ്ട ജീവിതത്തിന്റെ ഏകാന്തത മുഴുവനായും അടങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഡോക്ടറെ കാണാൻ യുവിന്റെ പേര് വിളിച്ചു. അകത്തേക്ക് പോകുന്നതിനു മുമ്പ് താൻ വേഗം തിരിച്ചു വരുമെന്നും ഇവിടെ കാത്തിരിക്കണമെന്നും അവൾ ചിയാവോയോട് പറഞ്ഞു. എന്നാൽ അവൾ അകത്തേക്ക് പോയപ്പോ ചിയാവോ കാത്തിരുന്നില്ല. അദ്ദേഹം തന്റെ കയ്യിലെ വാച്ച് ഊരിവെച്ചു. ജയിൽ മോചിതനായ ശേഷം യഥാർത്ഥ വാച്ചിനായി അദ്ദേഹം വർഷങ്ങളോളം തിരച്ചിൽ നടത്തിയെങ്കിലും അതൊരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ എന്നെങ്കിലും കണ്ടാൽ യുവിന് നൽകാൻ കാണാൻ കൃത്യം അതുപോലെ തന്നെയുള്ള മറ്റൊരു വാച്ച് അദ്ദേഹം വാങ്ങിയിരുന്നു. ഇത്രയും വർഷമായി അദ്ദേഹം അത് തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം ഒരു നഴ്സിനെ വിളിച്ച് ആ വാച്ച് ഏൽപ്പിച്ചു. അത് യുവിന് കൊടുക്കണമെന്നും പറഞ്ഞു. പിന്നാലെ അദ്ദേഹം നിശബ്ദമായി ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി നടന്നു. അയാൾ നടന്നു പോകുമ്പോൾ 25 വർഷത്തെ ക്ഷീണവും ദുഃഖവും ഏകാന്തതയും അദ്ദേഹത്തിന്റെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. എങ്കിലും അതിനെല്ലാം ഉപരിയായി ഒരു ചെറിയ പുഞ്ചിരി അദ്ദേഹത്തിന്റെ മുഖത്ത് അവശേഷിച്ചു. കാരണം യു സുഖമായിരിക്കുന്നുവെന്നും ഒടുവിൽ അവൾ തന്റെ സഹോദരനെ കണ്ടെത്തിയെന്നും അദ്ദേഹം ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. ആ അറിവ് അദ്ദേഹത്തിന് സന്തോഷം പകർന്നിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ കഥ അവസാനിക്കുകയാണ്. ചിയാവോ സമ്മാനിച്ചത് വെറുമൊരു വാച്ചായിരുന്നില്ല. അതൊരു സൗഹൃദത്തിന്റെയും ത്യാഗത്തിന്റെയും ഓർമ്മയുടെയും രണ്ടു മനുഷ്യർ തമ്മിലുള്ള തകർക്കാനാവാത്ത മാനുഷിക ബന്ധത്തിന്റെയും പ്രതീകമായിരുന്നു. ഏറെ രസകരമായ ഈയൊരു കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.